ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 33-ാം വാക്യം. ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലെ ഭാഗമാണിതല്ലേ. വേദന അനുഭവിച്ച് വഴിയിൽ കിടന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ പലരും അവനെ ഉപേക്ഷിച്ച് കടന്നു പോയിട്ടുണ്ട്. അവനെ ഒത്തിരി പേര് കണ്ടു, പക്ഷെ അവർക്കൊന്നും അവനെ സഹായിക്കാനായിട്ട് തോന്നിയില്ല. അവനെ കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ അവിടെ വന്നപ്പോൾ വേദനിക്കുന്ന അവനെ കണ്ട് അവൻ നിന്ന് അവനെ സഹായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ഉപമ എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ നല്ല സമരിയാക്കാരനാകുവാനായിട്ട് മനസ്സലിവുള്ള വ്യക്തികളാവണം. ഈ സമരിയാക്കാരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു അലിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേദനിച്ച് വഴിയിൽ കിടക്കുന്നവനെ കണ്ടപ്പോൾ അവൻ എന്നെ അടുത്തു. അവനെ എടുത്തുകൊണ്ടുപോയി സത്രത്തിൽ കൊണ്ടാക്കി. അവിടെ അവനെ പരിചരിച്ചു. അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് സത്രം സൂക്ഷിപ്പുകാരനോട് പറയതേ, ഇനിയും എന്ത് ചെലവായാലും ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാം. അത്രയേറെ മനസ്സലിവുള്ള സമരിയാക്കാരൻ. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിൽ ഈ മനസ്സലിവ് നഷ്ടപ്പെട്ടു. ഒരുവൻ വേദനിച്ച് വഴിയിൽ കിടക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താ? അവൻ്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലിടും. അവനെ വിറ്റ് കാശുണ്ടാക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഈ സമരിയാക്കാരൻ എന്താ ചെയ്തത്? അവനെ വിറ്റ് കാശുണ്ടാക്കിയല്ല ചെയ്ത്, അവനു വേണ്ടി സ്വന്തം സമ്പാദ്യം ചിലവഴിക്കാനായിട്ട് തയ്യാറായവനാ സമരിയാക്കാരൻ. മനസ്സലിവുള്ള വ്യക്തി. അവരൻ വേദനിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട്, അവനെ സഹായിക്കുവാനായിട്ട് തയ്യാറായ വ്യക്തി. നമ്മുടെ ഈ ലോകത്തിൽ ഇല്ലാതെ പോകുന്നത് ഇതാ. വേദനിച്ചൊരുവൻ ഇരിക്കുന്നത് കണ്ട് കടന്നു പോകും. എന്നാൽ അവൻ്റെ അടുത്ത് പോയിട്ട്, എടാ നിനക്ക് എന്നാ പറ്റി? ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ഈ ഒരു ചോദ്യം ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഒരുവൻ വേദനിച്ചിരിക്കുമ്പോൾ, അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചാൽ കൊള്ളാം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യം വേറൊരുവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റാതെ പോകുന്നത്? എല്ലാം എനിക്ക് വേണം, എന്നെ മറ്റുള്ളവർ ആശ്വസിപ്പിക്കണം, എനിക്ക് പ്രയാസമുണ്ടാകുമ്പോൾ മറ്റുള്ളവർ എന്നെ സഹായിക്കണം, മറ്റുള്ളവർ എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് വേണ്ടതൊക്കെ അവർ ചെയ്തു തരണം. പക്ഷേ ഞാൻ ഒരിക്കലും അവർക്കത് ചെയ്തു കൊടുക്കില്ല. സ്നേഹമുള്ള ഈ മനോഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. എന്നാൽ ഈശോ പറയുക, ഈ മനോഭാവം നിന്നിൽ നിന്ന് മാറ്റേ. നീ ആരെ പോലെ ആവണം? സമരിയാക്കാരനെ പോലെ ആവണം. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു മനസ്സലിവുണ്ടാവണം. വേദനിക്കുന്നവനെ കാണുമ്പോൾ അവനെ വിറ്റ് നീ കാശുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നീ നിന്റെ സമ്പാദ്യം അവന് വേണ്ടി ചിലവഴിക്കാനായിട്ട് തയ്യാറാവണം. സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ച് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ, ഈ സമയത്ത് മാത്രമല്ല കേട്ടോ, എപ്പോഴും ഈ ഒരു മനസ്സലിവ് എനിക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരുവൻ വേദനിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ദുഃഖമുണ്ടാകുന്നുണ്ടോ? അവനെ ആശ്വസിപ്പിക്കാനായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെ അവനെ നമ്മൾ ആശ്വസിപ്പിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് നേടിയെടുക്കണം. ഒരു സമരിയാക്കാരനാവണം, നല്ല സമരിയാക്കാരൻ. വേദനിക്കുന്നവനെ കാണുമ്പോൾ കടന്നു പോകാതെ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട്, ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യുവാനായിട്ട് അവനെ പരിചയം. കാരണം അവനിൽ ദൈവത്തെ കാണുമ്പോഴാണ് അവന് നന്മ ചെയ്യാനായിട്ട്, അവനെ പരിചരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. കാണപ്പെടുന്ന സഹോദരനിൽ ദൈവത്തെ കാണാത്തവന് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ടോ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ടോ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരിലും ദൈവത്തെ കണ്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട്, ഈ ഭൂമിയിൽ നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടുകൂടി നിർവഹിക്കുവാനായിട്ട്, നല്ല സമരിയാക്കാരന്മാരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.